ഒരു നാട്ടിലെ ആകെ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നു അറവു മാലിന്യ സംസ്കരണ ഫാക്ടറി. ഇത് പ്രവർത്തിക്കുന്നത് കോഴിക്കോട്ടെ താമരശ്ശേരിയിലെ അമ്പായത്തോട് എന്ന സ്ഥലത്താണ്. അവിടെ ഫ്രഷ് കട്ട് എന്ന ഫാക്ടറിക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് നാട്ടുകാർക്കിടയിൽ നിന്ന്. രൂക്ഷമായ ദുർഗന്ധവും പുറത്തേക്ക് ഒഴുകുന്ന മലിനജലവും മൂലം പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ എന്ന പരാതി കൂടി അവർക്കുണ്ട്. ആ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അധികാരികൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് എന്നതും ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ആ റിപ്പോർട്ടിൽ കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിലാണ് ഫ്രഷ് കട്ട് എന്ന അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അനുവദനീയമായതിലും കൂടുതൽ മാലിന്യം സംസ്കരിക്കുന്ന ഈ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. 30 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ഫാക്ടറിയിൽ 100 ടണ്ണിലധികം മാലിന്യം എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധമാണ് പുറത്തു വരുന്നത്. ഫാക്ടറിയിൽ നിന്നും മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നു. ഇത് ഓമശ്ശേരി, കോടഞ്ചേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളെയും ബാധിച്ചുവെന്നും ആരോപണമുണ്ട്. മണം മാത്രമല്ല, പുഴയിലേക്ക് വരുന്ന ദുർഗന്ധം കൊണ്ട് ഞങ്ങൾ പുഴയിൽ കുളിക്കാനും പച്ചക്കറി നടാനും എല്ലാത്തിനും ഇറങ്ങിപ്പോയിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റുന്നില്ല. കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിനും പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ മക്കൾ വരെ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇന്നലെ വൈകുന്നേരം പോലും ചെറിയ 2.5 വയസ്സായ കുട്ടീനോട് പറയാണ്, ഉമ്മച്ചി വാതിൽ തുറക്കല്ലേ മണക്കണെന്ന്. സമീപത്തെ 100 കണക്കിന് ആളുകൾ അലക്കാനും കുളിക്കാനും ഉപയോഗിച്ചിരുന്ന പുഴകളാണ് മലിനജലം മൂലം ഇറങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലായത്. 2023 മെയ് 11 നിയമസഭാ സമിതി സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കുകയും അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പിന്നീട് കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിലും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. പക്ഷേ പിന്നീടൊന്നും സംഭവിച്ചില്ല. സമീപവാസികൾക്ക് മാത്രമല്ല, 3 കിലോമീറ്റർ അകലെയുള്ള കൂടത്തായി, കുടുക്കിലുമ്മരം ഭാഗങ്ങളിലുള്ളവർക്ക് പോലും ദുർഗന്ധം മൂലം വീടുകളിൽ കിടന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി 3 മണിക്കൂർ തുറന്നാൽ 4 മണി 5 മണി വരെ ഭയങ്കര വാസന. മൂക്കിന് പാല പൊട്ടിണയാതി കൊണ്ട് കയറി വരിക, ഭയങ്കര വാസന. മക്കളും ഒക്കെ അടങ്ങാറാകുക. സംയുക്ത സമരസമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പലതവണ ഫാക്ടറിയിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ചും ധരണയും നടത്തി. ഒടുക്കം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് തന്നെ സമരവും നയിച്ചു. എന്നാൽ ഇതുവരെയും യാതൊരു പരിഹാരവും കണ്ടില്ല എന്നു മാത്രമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖകൾ തയ്യാറാക്കി ഹൈക്കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഇനിയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സ്ഥാപനങ്ങളും വ്യവസായശാലകളുമൊക്കെ ഒരു നാടിന് ആവശ്യമാണ്. പക്ഷേ അത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുമ്പോഴാണ് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ അറവു മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധം മാത്രമല്ല, അതിലൂടെ ഒഴുകി വരുന്ന മലിനജലം വലിയ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ കൂടി അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മൂക്കുപൊത്തി ജീവിക്കുക മാത്രമല്ല, ശ്വാസകോശത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ഗുരുതര രോഗാവസ്ഥയിലേക്കൊക്കെ അവരെ നയിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം മാറുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി വീണ്ടും അത് നമ്മൾ ഒരിക്കൽ കൂടി ആ കാര്യങ്ങൾ പരിശോധിക്കുകയും വീണ്ടും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യും. ഇത് പൊതുജനങ്ങൾ ശക്തമായി ഇടപെട്ടുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ഇതിന് 24 ഒരു മാധ്യമം എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഈ കാര്യത്തിൽ നൽകും. ദുർഗന്ധം മൂലം സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതത്തിലാണ്. അവരിൽ പലരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. പല തരത്തിലുള്ള പ്രതിഷേധം പലകുറി ഇവർ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പും പാഴായിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഇനി എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ആലോചനകളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് എന്താണ് ശാശ്വത പരിഹാരം കാണാൻ എങ്ങനെ കഴിയും എന്നത് നമ്മുടെ മുന്നിലൂടെ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നാട്ടുകാർ, ആ ഭാഗത്ത് താമസിക്കുന്നവർ, അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. ഇനി ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ പ്രശ്നപരിഹാരം കാണുന്നിടം വരെ ഈ സമരരംഗത്ത് ഉണ്ടാകുമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം എനിക്ക് മണം കൂടി വരുമ്പോഴേക്ക് സഹിക്കാൻ അവന് തല ഇങ്ങനെ തൻ്റെ മുത്താൽ ഇങ്ങനെ വട്ടം കറങ്ങും. അപ്പോൾ ഞാൻ അവിടെ കിടക്കും. മണം തന്നെ രാവിലെ രാത്രിയൊക്കെ തന്നെ എല്ലാ ടൈമും മണം തന്നെയാണ്. പിന്നെ ഇതാ നോക്കിയാൽ കാണാൻ തന്നെയാണ്. ഇവിടെ ബേക്കിലിറങ്ങിയാൽ മതി, കാണാൻ സാധനം അത്ര.
നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഫുഡ് വേണ്ടാന്നാണ് പറയുന്നത് കുട്ടികൾ നിൽക്കുമ്പോൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ അനുഭവിക്കുകയാണ് കുറേ കാലമായി.